തന്നെ താമസിക്കുന്നത്. അപ്പം ആ വില്ലേജിലെ വനം ഒഴിവാക്കിയപ്പോൾ ആ വില്ലേജുകളിലും കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിൽ ഇന്ന് കേരളം നിർദ്ദേശിക്കുന്ന 98 ESL വില്ലേജുകൾ കേരളത്തിൽ ESL വില്ലേജുകളാക്കേണ്ടതില്ല എന്ന കൃത്യമായ കണ്ടെത്തൽ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പുസ്തകത്തിന്റെ പേര് തന്നെ ESL വില്ലേജുകളില്ല എന്ന് പറയാനുള്ള കാരണം. സത്യത്തിന് എനിക്കും വിജയകാലം ഇതിനകത്തൊരു കുറ്റബോധത്തിൽ നിന്നും പശ്ചാത്താപത്തിൽ ഉണ്ടായ ഒരു ബോധ്യമാണ് ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. ഈ ലാൻഡ് ബിൽഡിംഗ് കമ്മിറ്റിയോട് വന്നത് മെയ് മാസം 2012 മെയ് മാസത്തിലാണ്. 2012 ജൂൺ മാസത്തിൽ ഞാൻ സെന്റർ ഫോർ കൺസർവേഷൻ ഞങ്ങളുടെ സ്വകാര്യ ഫാസ്റ്റ് റോഡിൽ ജനങ്ങൾക്ക് വഴിയിലാക്കി അന്നും ഞങ്ങൾ തുടങ്ങിയ സമയത്തിലാണ് അവിടെ നടന്നത്. അങ്ങനെ ഞങ്ങൾ ജൂൺ മാസത്തിൽ എല്ലാ പഞ്ചായത്തുകൾക്കും ഞങ്ങൾ കത്ത് എഴുതി എല്ലാ പോസ്റ്റിൽ വെച്ചിട്ട് ചെറിയ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. 900 പഞ്ചായത്താണെങ്കിൽ കത്ത് എഴുതുന്നത് 14 പഞ്ചായത്തുകൾ മാത്രമാണ് അത് പ്രതികരിച്ചു എന്ന് പറഞ്ഞത്. സത്യത്തിന് അതിൽ നിമിത്തമാണ്, അതിൽ കാരണമാണ് നമ്മൾ നിസ്സംഗത നയിച്ചതുകൊണ്ടാണ് ഇന്ന് ഇവരെത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ESL വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളെന്റെ ഈ 12 വർഷമായിട്ട് പറയാനുള്ളത് എന്ന ചോദ്യം ഉദിക്കും. ആ ചോദ്യം ഉദിക്കുമ്പോൾ പോലും ഒരു ജനകീയ മുന്നേറ്റത്തിന് മുമ്പിൽ ഈ രണ്ട് കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പറഞ്ഞതല്ല, ഇവിടുത്തെ ജനപ്രതിനിധികൾ പറഞ്ഞതല്ല, നമ്മൾ അതിന് കർഷകർ പറഞ്ഞതല്ല. ഇതിനെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ചെയർമാനായ ചെയർമാൻ കസ്തൂരിയാണ് പറഞ്ഞത്. ജനസാധ്യത പറഞ്ഞെങ്കിൽ വേണ്ട 20% താഴെയാണ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞത്. നടപ്പിലാക്കിയാൽ മാത്രം മതി. 12 വർഷം കഴിഞ്ഞാലും നടപ്പിലാക്കണം. ആ നടപ്പിലാക്കണം എന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തിന് നമ്മുടെ ഈ പുസ്തക സ്വാതന്ത്ര്യത്തിലൂടെ നടക്കട്ടെ എന്നാണ് ESL സംബന്ധിച്ച് വെച്ചത്. അതൊരു ചർച്ചയാണ്. ഒരു സമരത്തിന്റെ രൂപവും ഭാവവും കാരണം ഞങ്ങൾക്ക് ESL വേണ്ട